നീ പോവാണോ വിജയ? എല്ലാരും കൂടി ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങിട്ട് എന്താ കാര്യം? ആ അത് ശരിയാ. ലീവ് എടുത്തെന്തിനാ ശമ്പളം കളയുന്നേ? ഞാനിവിടെ ഉണ്ടല്ലോ. ഓ അത് തന്നെ ധാരാളം. ആ അതുകൊണ്ടല്ലേ ഞാൻ പോവാൻ തീരുമാനിച്ചത്. ആ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരാൾ വേണമെന്നല്ലേ ഉള്ളൂ. ഇവിടെ എങ്ങാനും ആയുർവേദ വൈദ്യശാല ഉണ്ടോ വിജയ? ഇത്തിരി കർപ്പൂരാതി തൈലം മേടിക്കാനാ വന്നപ്പോ അതും കൂടി കൊണ്ടുവരാൻ ആ മേലായിരുന്നു. ഉണ്ടായിരുന്നു, എടുക്കാൻ മറന്നുപോയി. അല്ല കട എവിടെയാന്ന് പറഞ്ഞാ മതി, ഞാനേ ജാനിയെ വിട്ട് വാങ്ങിപ്പിച്ചോളാം. ജാനിമോളെ അങ്ങനെ കടയിലോട്ടും കമ്പോളത്തിലൊന്നും വിടണ്ട. വല്ല പാലോ പഴോ മറ്റോ വാങ്ങാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ഈ അടുത്തുള്ള ശ്രീധരൻ ചേട്ടൻ്റെ കടയിലോട്ട് മാത്രം അവളെ പറഞ്ഞു വിടും. അതിനപ്പുറത്ത് ഒരിടത്തേക്ക് ഞാൻ എൻ്റെ മോളെ തനിച്ച് വിട്ടിട്ടില്ല, വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ ഇത്തിരിയില്ലാത്ത പ്രായത്തില് അങ്ങ് കോഴിക്കോട് വരെ ഒറ്റയ്ക്ക് പോയവളാ ജാനി. അവളാരാ പെണ്ണ്? നിങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുട്ടിലഴയുന്ന കുഞ്ഞു പോലും നാടുവിടാൻ ശ്രമിക്കും. അതാണ് നിങ്ങളുടെ സ്വഭാവം. എന്തുകൊണ്ടാ എന്റെ മോൾക്കന്ന് വീട് വിട്ട് ഇറങ്ങി പോകാൻ തോന്നിയത്? അവിടെ അഹങ്കാരം കൊണ്ട്. അല്ല തന്നെ കാര്യം, ഞാൻ അവളെ ഒന്നും നുള്ളി നോയിക്ക് പോലും ചെയ്തിട്ടില്ല. നിങ്ങളുടെ നാക്കിന് തന്നെ ചാട്ടവാറിനേക്കാളും മൂർച്ചയുണ്ട്. പിന്നെ മനസാക്ഷിയില്ലാത്ത പ്രവൃത്തി. സഹിയട്ടാ എന്റെ മോള് വീട് വിട്ട് ഇറങ്ങി പോയത്. അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ. പിന്നെയും നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഓ ഞാനായിട്ട് അവളോട് വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകുന്നില്ല. ഇനി അതിന്റെ പേരിലെ ദത്തുപുത്രി നാട് വിട്ടു പോയിന്ന് വേണ്ടേ? ഓ ഇവിടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. അതല്ലാതെ ഞാൻ അവളോട് ഒരു ദ്രോഹത്തിനും പോകുന്നില്ലേ. ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്യണമെന്ന് എൻ്റെ മോൾക്ക് നന്നായിട്ട് അറിയാം. ആരും നിർബന്ധിക്കാതെ തന്നെ അവളത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ആരുടെയും കൽപ്പനയില്ലാതെ തന്നെ അവൾ അതൊക്കെ ഇനിയും ചെയ്തോളും. ജാനിമോളെ ഒരു കൈ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും. അല്ലാതെ വിദഗ്ധോപദേശം നൽകാൻ മാത്രം നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല. എന്റെ ബോട്ടിൽ ഏത് വെള്ളം എടുത്തേ? കരിങ്ങാലി വെള്ളം. അതല്ലേ എന്നും കൊണ്ടുവന്നേ? അതിനൊരു ചൊവയാ. എനിക്ക് ഐസ് വാട്ടർ തന്നാ മതി. ഐസ് വാട്ടർ ഒന്നും വേണ്ട സൂര്യമോളെ, അത് കുടിച്ചാൽ ജലദോഷം വരും. വേണ്ട, എനിക്ക് ഐസ് വാട്ടർ തന്നാ മതി. പറയുന്നത് അനുസരിക്ക് സൂര്യമോളെ. ഐസ് വാട്ടർ എടുത്ത് ബാഗിൽ വെച്ചാ സ്കൂളിൽ എത്തുമ്പോഴേക്കും ബാഗും പുസ്തകം ഒക്കെ നനഞ്ഞു പോവും. മോള് കരിങ്ങാലി കുടിച്ചാ മതി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോ നിനക്ക് നല്ല അടി കിട്ടും. എന്നാ നീ ഇടിയും മേടിക്കും. അമ്മേ, ഈ അപ്പുണ്ണി എന്നെ ഇടിക്കുവാ. അമ്മേ, ഈ അപ്പു. അപ്പു വേണ്ട. കുരുത്തക്കേട് കാണിച്ചാ ചേച്ചിക്കുട്ടി പിണങ്ങുവേ. ഇങ്ങോട്ട് വാ, അവിടെ ഇരുന്നാട്ടെ. രത്നമ്മയുടെ മുറി കയറിയിരുന്ന് അറിയില്ലടി നിനക്ക്? അടങ്ങിയിരുന്നോണോ ഇവിടെ?